അപ്പോൾ നമ്മൾ ചെയ്തെടുത്ത മിനി സോളാർ ഇൻവെർട്ടർ പച്ചക്കറി സ്റ്റാളിൽ നമ്മൾ സെറ്റ് ചെയ്ത വീഡിയോ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 4 LED ബൾബാണ്. 9 വാട്ട്സിന്റെ 4 LED ബൾബാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ബാറ്ററി പുതിയ ബാറ്ററിയാണ്, ലെഡ് ആസിഡ് ബാറ്ററിയാണ്. നമ്മൾ 35 AH ലെഡ് ആസിഡ് ബാറ്ററിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ അതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ നമ്മളിന്ന് ഒരു ചെറിയൊരു സോളാർ ഇൻവെർട്ടറാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് തട്ടുകടകൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു ചെറിയൊരു സോളാർ ഇൻവെർട്ടറാണ്. ഒരു 4-5 LED ബൾബ് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഒരു സോളാർ ഇൻവെർട്ടർ. ചിലവ് കുറഞ്ഞ രീതി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സ്വന്തമായിട്ട് ചെയ്താൽ മാത്രമേ ചിലവ് കുറഞ്ഞ രീതി ആവുള്ളൂ. നമ്മൾ മറ്റൊരാളുടെ കയ്യിൽ കൊടുത്ത് ചെയ്യുമ്പോഴത്തേക്കും അത് അത്യാവശ്യം അതിൻ്റെ സർവീസ് ചാർജും അത് ചെയ്യാനുള്ള പൈസയൊക്കെ അവർ വാങ്ങിക്കും. അപ്പോൾ ഇത് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും, ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പം ഇത് നമ്മൾ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയല്ല ഈ ഒരു സംവിധാനങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. കാര്യം നമ്മളെ സുഹൃത്തുക്കൾക്ക് അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അധികം പൈസയൊന്നും മേടിക്കാറില്ല. ഈ സാധനങ്ങളെ പൈസയൊക്കെ മേടിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്തേക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം. നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ആണ് ഞാൻ ചെയ്യുന്നത്. അതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ ഇത് തട്ടുകടകൾക്ക് മാത്രം വേണ്ടിയുള്ള ഒരു സംഭവമാണ്. അതുപോലെ തട്ടുകടകൾക്ക് മാത്രമല്ല, ഒരു 4-5 LED ബൾബ്, ഇത് 9 വാട്ട്സിൻ്റെ LED ബൾബാണ്. 4-5 LED ബൾബ് വർക്ക് ചെയ്യിക്കാൻ പറ്റുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സോളാർ ഇൻവെർട്ടറാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു മോഡൽ. അപ്പോൾ ഇതിൽ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. പിന്നെ ഇത് നമ്മളെ ഇൻവെർട്ടറിൻ്റെ സെക്ഷനാണ്. ഇൻവെർട്ടർ ഓൺ ആകുമ്പോഴത്തേക്ക് ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇത് ഫോൾട്ട്, അതായത് നമുക്ക് ബൾബൊക്കെ ഷോർട്ട് ആവുകയോ അല്ലെങ്കിൽ ഓവർലോഡൊക്കെ കാണിക്കുമ്പോഴത്തേക്കും ഈ വോൾട്ട് എന്ന് എഴുതിയിരിക്കുന്ന ഒരു ഇൻഡിക്കേറ്റർ വർക്കാവും. അപ്പോൾ ഇത് നമ്മൾ ചാർജ് കൺട്രോളറിൽ MPPT അല്ല, PWM സോളാർ ചാർജ് കൺട്രോളറിൽ വരുന്ന ഇൻഡിക്കേറ്ററാണ്. അപ്പം അതിൽ ഇതുപോലെ തന്നെ ഇപ്പോൾ സോളാർ പാനലിൽ നിന്ന് വരുന്ന ചാർജ് ആകുമ്പോഴത്തേക്കും ഈ ഒരു ഇൻഡിക്കേറ്റർ വർക്കാവും. അപ്പോൾ ഈ ഒരു ഗ്രീൻ LED എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ലോഡ് ഓൺ. ഇപ്പോൾ സോളാർ ചാർജ് കൺട്രോളറിൽ നിന്ന് നമുക്ക് ബാറ്ററി ഫുള്ളായി കഴിഞ്ഞാൽ ലോഡ് ഓൺ ആകുന്ന ആ ഒരു ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ബാറ്ററി ലോയും ഓവർ ലോഡ് അഥവാ അല്ലെങ്കിൽ ബാറ്ററി ലോയൊക്കെ ആകുമ്പോഴത്തേക്കും ഈ ഒരു റെഡ് ഇൻഡിക്കേറ്റർ വർക്കാവും. അപ്പം ഇത് മുകളിലത്തേത് ഇൻവെർട്ടറിൻ്റെതും താഴത്തത് സോളാർ ചാർജ് കൺട്രോളറിൻ്റെയാണ്. PWM സോളാർ ചാർജ് കൺട്രോളറാണ്. ഏകദേശം അതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് 300 രൂപയ്ക്ക് താഴെ, 300-350 രൂപയ്ക്ക് താഴെ വരുന്ന ഒരു ചാർജ് കൺട്രോളറാണ് നമ്മൾ ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം വർക്കായി കാണിച്ചു തരാം. ഇത് നമ്മളെ ബാറ്ററിയുടെ ഹെൽത്തും കാര്യങ്ങളൊക്കെ അറിയുന്നതിന് ആവശ്യമായിട്ടുള്ളൊരു മീറ്ററാണ്. അതായത് ബാറ്ററിയുടെ നമുക്ക് എത്രത്തോളം ചാർജ് ഉണ്ട്, ബാറ്ററിയുടെ കപ്പാസിറ്റി, വോൾട്ടേജും നമുക്ക് ഇതിൽ അറിയാൻ പറ്റും. എത്ര % ചാർജ് ഉണ്ടെന്നൊക്കെ നമുക്കിതിൽ അറിയാൻ പറ്റും. അപ്പം ഈ ഒരു ടൈല് നമുക്ക് ആവശ്യമാണെങ്കിൽ മാത്രം ഈ ഒരു ഫ്രണ്ട് പാനൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് പാനലിന് ഏകദേശം ഒരു 300 രൂപയ്ക്ക് അടുപ്പിച്ചുണ്ട്. അപ്പോൾ ഫ്രണ്ട് പാനൽ ഇല്ലെങ്കിൽ നമുക്കിതുപോലെ നമ്മളെ സ്വന്തം ആവശ്യത്തിനൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ബോഡി എന്ന് പറയുമ്പോഴത്തേക്ക് വേറൊരു സംഭവത്തിലെ ഒരു ബോഡിയാണ്, വേറൊരു സാധനത്തിലിരുന്ന ബോഡി ഞാൻ ഇതിൽ ചെയ്തതന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കൊക്കെ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പുറകു സൈഡിൽ നമുക്ക് AC, അപ്പോൾ ഇതിൽ പുറകു സൈഡിലെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ AC ബൾബ് കൊടുക്കുന്നതിനായിട്ട് നമ്മൾ 3 പിൻ ടോപ്പാണ് വച്ചിരിക്കുന്നത്. അപ്പം അപ്പോൾ ഈ 2 വയർ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇത് സോളാർ പാനലിൽ കണക്ട് ചെയ്യാനുള്ള വയറാണ്. മാക്സിമം നമുക്കൊരു 55 വാട്ട്സ് 60 വാട്ട്സിൻ്റെ മുകളിലോട്ടുള്ള സോളാർ പാനൽ നമ്മളിതിൽ കണക്ട് ചെയ്യണം. കാര്യം 35 AH ബാറ്ററിയാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത്. ലിഥിയം ബാറ്ററി ആണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിലിപ്പം ലെഡ് ആസിഡ് ബാറ്ററിയാണ്, ഈ ഒരു ലെഡ് ആസിഡ് ബാറ്ററിയാണ് നമ്മളിതിൽ കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ബാറ്ററി കണക്ടറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇതിനെ ഉൾഭാഗം ഒന്ന് കാണിക്കാം. ഇത് നമ്മളെ സോളാർ ചാർജ് കൺട്രോളറാണ്, PWM സോളാർ ചാർജ് കൺട്രോളറാണ്. ഇതിനൊരു കവറൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ അപ്പോൾ അതൊക്കെ അഴിച്ച് മാറ്റിയിട്ട് ഞാൻ ഈ ഒരു ക്യാബിനുള്ളിലേക്ക് ഇത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. കാര്യം ഇത് നമ്മൾ പുറത്തൊക്കെ ഇട്ട് ഉപയോഗിക്കുന്നതിനെക്കാട്ടും നല്ലത് ഇതുപോലെ ഒരു ഇൻവെർട്ടറിൻ്റെ ബോർഡും ഇതെല്ലാം കൂടി ഒരുമിച്ച് സെറ്റ് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അത് അത്രയ്ക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഇൻവെർട്ടറിൻ്റെ ബോർഡാണ്, 200 വാട്ട്സിൻ്റെ ഇൻവെർട്ടർ ബോർഡാണ്. ഒരു 5-6 ബൾബ് നമുക്ക് ഇതിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും, സേഫായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ വേറെ ഒരുപാട് ലോഡ് ഫാനും കാര്യങ്ങളൊന്നും നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ DC ഫാനൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. കാര്യം ഇതിൽ 12 വോൾട്ട് നമുക്കിതിൻ്റെ
ഈ ഒരു ഭാഗത്തു നിന്ന് 12 വോൾട്ട് ഔട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് DC ഫാൻ കൊടുക്കാൻ പറ്റും. അപ്പം BLDC ഫാനൊന്നും അല്ല, സാധാരണ നമുക്ക് ഫാനൊന്നും ഇതിൽ കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇതിൽ നമുക്കൊരു 32 ഇഞ്ചിൻ്റെ TV ഒക്കെ നമുക്ക് കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വൈഫൈ മോഡം, നമ്മുടെ ലാപ്ടോപ്പ്, അതൊക്കെ നമുക്ക് ഇതിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ ക്യാമറയൊക്കെ നമുക്ക് ഇതിൽ കൊടുത്ത് ചാർജ് ചെയ്യിപ്പിക്കാൻ പറ്റും. ക്യാമറയുടെ ബാറ്ററിയൊക്കെ നമുക്ക് ചാർജ് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇതിലിപ്പം ഇവിടെ ഈ ഭാഗത്തായിട്ടാണ് ഈ 3 ഇൻഡിക്കേറ്ററിൻ്റെ LED ഇരുന്നത്. ഞാൻ അതിനെ അഴിച്ചിട്ട് ഇതിൻ്റെ ഫ്രണ്ട് പാനലിലോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഇൻവെർട്ടർ ബോർഡിലും ഈ ഒരു ഭാഗത്തായിട്ട് 2 LED ഉണ്ടായിരുന്നു. അത് നമ്മൾ ഫ്രണ്ടിലോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഈ ഒരു AC കോഡ് നമ്മളെ പഴയ ഇൻവെർട്ടറിൽ നിന്നൊക്കെ നമ്മൾ അഴിച്ചെടുത്തതാണ്. അപ്പോൾ ഇത് നമ്മളൊരു തട്ടുകടയ്ക്ക് വേണ്ടി ചെയ്തെടുത്തൊരു ചെറിയ ബഡ്ജറ്റിൽ ചെയ്തെടുത്തൊരു സംഭവമാണ്. ഇനി ഇതിൻ്റെ ബാക്കപ്പ് ടൈം പറയാം. ഒരു 9 വാട്ട്സിൻ്റെയൊക്കെ ഒരു 5 ബൾബ് കത്തിക്കുകയാണെങ്കിൽ നമുക്കൊരു 4, 5, 6, 7 മണിക്കൂറൊക്കെ നമുക്കിതിൽ വർക്കാക്കാൻ പറ്റും. 35 Hz ഒരു പുതിയ ബാറ്ററിയൊക്കെ ആണെങ്കിൽ, ലിഥിയം ബാറ്ററി ആണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഇത് കൊടുത്ത് കാണിക്കാം. ആദ്യം നമ്മൾ സോളാർ പാനൽ കൊടുക്കുന്ന മുമ്പ് നമ്മൾ ബാറ്ററി കണക്ഷൻ കൊടുക്കണം. നെഗറ്റീവും പോസിറ്റീവും മാറിപ്പോവാതെ നമ്മളിതിൽ കൊടുക്കണം. ഇതാണ്. അപ്പോൾ ഇതിലൂടെ ഇപ്പോൾ ഓണായിട്ടുണ്ട്. ഇതിപ്പം നമ്മളെ ഇതിൻ്റെ ചാർജ് കൺട്രോളറിൻ്റെ ഇൻഡിക്കേറ്ററാണ് ഓണായിട്ടുള്ളത്. കാര്യം അതിലിപ്പം ബാറ്ററി ഫുള്ളായതുകൊണ്ട് ലോഡ് ഓൺ ആയിട്ടുണ്ട്. 12 വോൾട്ട് ലോഡ് ഓൺ ആയിട്ടുണ്ട്. 12 വോൾട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്നാണ് 12 വോൾട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്നാണ് എടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഇൻഡിക്കേറ്ററാണിത്. ലോഡ് ഓണായി എന്നുള്ള ഒരു ഇൻഡിക്കേറ്ററാണിത്. അപ്പോൾ ഇതിൻ്റെ ബാറ്ററിയുടെ കപ്പാസിറ്റി നമുക്ക് ഇതിൽ അറിയാൻ പറ്റും. ഇതിലിപ്പം 75% ബാക്കപ്പ് ഉണ്ട്. 12.2 വോൾട്ടും ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ തട്ടുകടയൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. ഇപ്പോൾ സോളാറിൽ നിന്ന് ചാർജ് ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പെർസെൻറ്റേജ് നോക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ബാറ്ററി അടിച്ച് നമുക്ക് വീടുകളിൽ കൊണ്ടുപോയി ചാർജ് ചെയ്യുക വേണമെങ്കിൽ എമർജൻസി ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം വെയിലൊക്കെ കുറവാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച്. അപ്പോൾ ഇൻവെർട്ടർ ഓൺ ആയിട്ടുണ്ട്. ഇൻവെർട്ടർ ഓൺ എന്നുള്ള ആ ഇൻവെർട്ടർ എന്ന് എഴുതിക്കുന്ന ഭാഗത്തൊരു ഗ്രീൻ LED ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് നമുക്കൊരു ബൾബ് കൊടുത്ത് കാണിക്കാം. ഇപ്പോൾ ഒരു AC ബൾബാണ്. AC ബൾബ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ ഒരു 9 വാട്ട്സിൻ്റെ AC ബൾബാണ്. നല്ല വെട്ടമുണ്ട്. കാര്യം നമ്മൾ 220 വോൾട്ടിൽ കൊടുക്കുന്ന അതേ പ്രകാശം നമുക്കിതിൽ കിട്ടും. പ്രകാശമൊന്നും കുറയില്ല. ഈ ബാക്കപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ പ്രകാശം കുറയുള്ളൂ. പ്രകാശം കുറയാൻ നമുക്കൊരു 10 വോൾട്ടിന് താഴോട്ട് നമുക്ക് ചാർജ് കുറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇതിൽ വെട്ടത്തിന് കുറവ് വരുള്ളൂ. അപ്പം ഇതിലിപ്പോൾ ഇനി നമുക്കിതിൽ സോളാർ പാനൽ കൊടുത്ത് കാണിക്കാം. ഇപ്പോൾ സോളാർ പാനൽ ഇപ്പോൾ വെയിൽ കുറവാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ സോളാർ പാനലിൻ്റെ പോസിറ്റീവ് നമ്മൾ ഇൻവെർട്ടറിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ പോസിറ്റീവ് ഒരുമിച്ച് കൊടുക്കണം. അപ്പോൾ ഇതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഈ ഒരു വയർ നമ്മൾ ഈ സോളാർ പാനലിൻ്റെ കണക്ഷനിൽ കൊടുത്തേക്കണമെന്നേ ഉള്ളൂ. നമ്മൾ ഇതിൻ്റെ പുറകിലോട്ട് ഇട്ടേക്കുന്നു. ഇത് നമുക്ക് വെളിയിൽ വേണമെങ്കിലും വയ്ക്കാം. ഇതിപ്പോൾ അകത്ത് വയ്ക്കുക കഴിഞ്ഞാൽ എളുപ്പമുണ്ട്. നെഗറ്റീവും പോസിറ്റീവും കൊടുത്തിട്ടുണ്ട്. ഇൻസുലേഷൻ ടാപ്പൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ചെയ്യണം. ഇവിടെ ഇപ്പം നമുക്ക് സോളാർ പാനലിൽ നിന്നുള്ള ചാർജ് ആകുന്നതായിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. ഈ ഒരു യെല്ലോ ഇൻഡിക്കേറ്റർ, ഈ ഒരു ഇൻഡിക്കേറ്റർ ഓൺ ആയിട്ടുണ്ട്. അത് സോളാർ പാനൽ കൊടുക്കുമ്പോഴത്തേക്കാണ് ആകുന്നത്. നമുക്ക് ഈ ഒരു ലെഡ് ആസിഡ് ബാറ്ററിക്ക് പകരം നമുക്ക് ലിഥിയം ബാറ്ററി വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിതിൽ ലിഥിയം ബാറ്ററി അല്ല ചെയ്തിരിക്കുന്നത്, ലെഡ് ആസിഡ് ബാറ്ററിയാണ്. പുതിയ ബാറ്ററി വയ്ക്കും. ഞാനിത് കാണിക്കുന്നതിനായിട്ട് ഈ ഒരു പഴയ ബാറ്ററിയാണ് വച്ചിരിക്കുന്നത്. അപ്പോൾ പഴയ ബാറ്ററി ആണെങ്കിൽ അത്യാവശ്യം നല്ല ബാക്കപ്പുള്ള ബാറ്ററിയാണ്. അപ്പോൾ ഇതിൽ മറ്റു കാര്യങ്ങളൊന്നും വർക്കാകില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ലാപ്ടോപ്പ് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഒരു 4-5 ബൾബ് നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ക്യാമറയുടെ ബാറ്ററിയൊക്കെ ചാർജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് CCTV ഒക്കെ നമുക്ക് ഒരു 4 ചാനൽ DVR ഒക്കെ നമുക്ക് ഇതിൽ കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. 4 ക്യാമറയൊക്കെ നമുക്ക് കൊടുത്ത് ഇതിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും.